Hello everyone, my name is Muhammad Shafiq BK. Welcome back to Asylum Learning. അതെ, നമ്മൾ നാളെ ക്രിസ്മസ് എക്സാം അടിച്ചു പൊളിച്ച് എഴുതാൻ പോവാണ്. കെമിസ്ട്രി അതിൻ്റെ ഇന്നത്തെ രാത്രിയിലുള്ള ലൈവ് മക്കളെല്ലാവരും വന്ന് കാണണം. ബിക്കോസ് അതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്തായാലും ചോദിക്കാൻ വളരെയധികം ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മൾ ചർച്ച ചെയ്യുന്നുള്ളൂ. ഓക്കെ, വളരെയധികം ഷെഡ്യൂൾഡ് ആയിട്ടുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ചടപ്പിക്കാതെ മാക്സിമം നിങ്ങൾക്ക് പ്രൊഡക്റ്റീവ് ആയിക്കൊണ്ട് മാത്രം ഞങ്ങൾ ഇന്ന് രാത്രിയിലെ ലൈവ് അതൊരു മാജിക്കൽ ലൈവ് ആയിരിക്കും. മക്കൾ തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കുക. സോ ഇപ്പം നമ്മൾ പറയാൻ പോകുന്നത് നിങ്ങളുടെ 9ാം ക്ലാസ് കെമിസ്ട്രി എക്സാം പേപ്പറിൽ നിരന്തരം ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഏതാണെന്ന് സാർ പറയുന്നില്ല, സർപ്രൈസ് കാണുക. അതിനു മുമ്പ് പെട്ടെന്ന് നിങ്ങൾക്ക് ഈ കാര്യം അറിഞ്ഞിരിക്കണം, എങ്കിൽ മാത്രം അത് എളുപ്പമാകുകയുള്ളൂ. മക്കളെ, നാച്ചർ ഓഫ് മെറ്റാലിക് ആൻഡ് നോൺ മെറ്റാലിക് ഓക്സൈഡ്, ലോഹ ഓക്സൈഡുകളുടെയും അലോഹ ഓക്സൈഡുകളുടെയും സ്വഭാവം എളുപ്പത്തിൽ നമുക്ക് അറിയുന്ന കാര്യമാണ് അല്ലേ മക്കളെ? എന്താണടാ മെറ്റാലിക് ഓക്സൈഡുകൾ അല്ലെങ്കിൽ മലയാളം നമ്മൾ പറയും ലോഹ ഓക്സൈഡുകൾ എന്ത് സ്വഭാവം കാണിക്കുമടാ? ബേസിക് നാച്ചുറാണ്. എന്ത് നാച്ചുറാ? ബേസിക് നാച്ചുർ കേട്ടോ. റെഡി? അഥവാ ബേസിക സ്വഭാവമാണ്. ബേസിക സ്വഭാവം. മക്കളെ, ഇവിടെ മെറ്റലിനെ കണ്ടോ എന്നാൽ അത് ബേസ് ആയിരിക്കും, ബേസിക സ്വഭാവമായിരിക്കും കേട്ടോ. അങ്ങനെ മനസ്സിലാക്കി വെക്കണേ. ഇനി എന്താണ് അടുത്തത്? മറ്റൊന്നുമല്ല, യെസ്, അലോഹ ഓക്സൈഡുകൾ. അതായത് നമ്മൾ പറയും നോൺ മെറ്റാലിക് ഓക്സൈഡുകൾ. എന്തായിരിക്കും മക്കളെ? നോൺ മെറ്റാലിക് ഓക്സൈഡുകൾ അല്ലെങ്കിൽ അലോഹ ഓക്സൈഡുകൾ. എന്താ എൻ്റെ പൊന്നുമക്കൾ പറ? അത് അസിഡിക് ആയിരിക്കും, അസിഡിക് നാച്ചുർ ആയിരിക്കും. ഓക്കെ, റെഡി. അഥവാ ആസിഡ് ഗുണമായിരിക്കും, ആസിഡ് ഗുണം അല്ലെങ്കിൽ ആസിഡ് സ്വഭാവമായിരിക്കും. എക്സാമ്പിൾസ് നോക്കിയാലോ നമുക്ക്? അലോഹങ്ങൾ എന്ന് പറയുമ്പോൾ ആരൊക്കെ? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, സൾഫർ ഡയോക്സൈഡ് ഉണ്ട്, പിന്നെ ആരാ? പറ. യെസ്, NO2, നൈട്രജൻ ഡയോക്സൈഡ് എക്സെട്ര അല്ലേ? ഇവരൊക്കെ അലോഹ ഓക്സൈഡുകളാണ്, നോൺ മെറ്റാലിക് ഓക്സൈഡ്സ് ആണ്. എന്നാൽ എൻ്റെ മക്കൾ പറ, ആരൊക്കെയാണ്? മഗ്നീഷ്യം ഓക്സൈഡ് MgO, Na2O തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെ, ലോഹങ്ങളുള്ള ആളുകളൊക്കെ എന്തായിരിക്കും? ബേസിക് നാച്ചുർ ആയിരിക്കും. ഓക്കെ, റെഡിയാണോ? സെറ്റാണോ? എന്നാൽ മക്കളെ ഇവിടെ നോക്കടാ, ഇവിടെ അതായത് കാർബൺ ഡൈ ഓക്സൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ്, NO2 ഇതൊക്കെ അലോഹ ഓക്സൈഡുകളാണ്, നോൺ മെറ്റാലിക് ഓക്സൈഡുകളാണ്. ഇവരൊക്കെ അന്തരീക്ഷത്തേക്ക് പോകും. എങ്ങനെ പോകുക? ഫാക്ടറികളിൽ നിന്ന് പോകും, അതേപോലെ തന്നെ വാഹനങ്ങളിൽ നിന്ന് പോകും. ഓക്കെ, അങ്ങനെ ഈ പല രൂപത്തിൽ ഇവർ അന്തരീക്ഷത്തിലെത്തും, അറ്റ്മോസ്ഫിയറിലെത്തും. ഓക്കെ മക്കളെ, കേൾക്ക. മറ്റൊന്നുമല്ല, അലോഹ ഓക്സൈഡുകൾ വെള്ളവുമായി ചേർന്നാൽ ആസിഡ് കിട്ടും, എന്നാൽ ലോഹ ഓക്സൈഡുകൾ വെള്ളവുമായി ചേർന്നാൽ ബേസ് കിട്ടും. ഓക്കെ, അതാണല്ലോ അതിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്. ആസിഡ് സ്വഭാവമുള്ളവൻ വെള്ളത്തിൽ ചേർന്ന ആസിഡായി മാറും, ബേസിക സ്വഭാവമുള്ളവൻ വെള്ളത്തിൽ ചേർന്ന ആൽക്കലി അല്ലെങ്കിൽ ബേസായി മാറും. ഓക്കെ, പക്ഷേ ഇപ്പം അന്തരീക്ഷത്തിൽ എത്തിയവരൊക്കെ ആരാ? NO2 ആവട്ടെ, SO2 ആവട്ടെ, ആരാണ്? അലോഹ ഓക്സൈഡുകളാണ്, നോൺ മെറ്റാലിക് ഓക്സൈഡുകളാണ്. മഴ പെയ്യുമ്പോൾ മഴവെള്ളം ഉണ്ടാകും അല്ലേ? ആ മഴവെള്ളത്തിൽ ആര് കലരും? NO2 പോലെയുള്ള, SO2 പോലെയുള്ള ആളുകൾ കലരും. അപ്പോൾ പെയ്യുന്ന മഴ എന്തായിട്ടാ പെയ്യുക? ആസിഡായിട്ടാണ് പെയ്യുക. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ, ആസിഡ് റെയിൻ, അമ്ലമഴ. ചോദ്യ പേപ്പറിൽ പ്രതീക്ഷിച്ചോ? എന്തായാലും ഒരുപാട് വർഷങ്ങളിൽ നിങ്ങൾ വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. ബിക്കോസ് അത്രക്കും കോൺഫിഡൻസോട് കൂടി പറയാണ്, ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ഉണ്ടായിരിക്കും. അത് പല രൂപത്തിൽ, പല വർണ്ണത്തിൽ ചോദിച്ചേക്കാം, പേടിക്കരുത്. ഓക്കെ, ആൻസർ ആസിഡ് റെയിൻ അല്ലെങ്കിൽ അമ്ലമഴ എന്നുള്ളതാണ്. ഓക്കെ, റെഡി മക്കളെ? അപ്പോൾ എന്താ അതിൻ്റെ ആൻസർ? അമ്ലമഴ അല്ലെങ്കിൽ ആസിഡ് റെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, അലോഹ നോൺ മെറ്റാലിക് ഓക്സൈഡുകൾ. ഓക്കെ, നോൺ മെറ്റാലിക് ഗ്യാസ് എന്ന് പറയുമ്പോൾ SO2, NO2 ഒക്കെ നോൺ മെറ്റാലിക് ഓക്സൈഡ് ആട്ടോ. ഇൻ അറ്റ്മോസ്ഫിയറിൽ കമ്പൈൻ വിത്ത് റെയിൻ വാട്ടർ, മഴവെള്ളവുമായി കൂടിച്ചേരുമ്പോൾ എന്തായി മാറും? ടു ഫോം ആസിഡ്സ്. ഇതിനെയാണെന്ന് പറയാ അമ്ലമഴ അല്ലെങ്കിൽ ആസിഡ് റെയിൻ എന്ന് പറയാ. അന്തരീക്ഷത്തിലെ SO2, NO2 പോലെയുള്ള അലോഹ വാതകങ്ങൾ മഴവെള്ളവുമായി ചേർന്ന് ആസിഡായി മാറുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? യെസ്, മറ്റൊന്നുമല്ല, എന്തായി മാറുക മക്കളെ? അമ്ലമഴ എന്ന് പറയുന്നത്. ഓക്കെ മക്കളെ, ഇതിന് എക്സാമ്പിൾ സാറ് കാണിച്ചു തരാം. എടാ SO2 എന്ന് പറഞ്ഞ ഗ്യാസ് നോക്കിക്കേ, നമ്മളെ വാട്ടർ മഴവെള്ളവുമായി കൂടിച്ചേരുമ്പോൾ H2SO3 എന്ന് പറയുന്ന സൾഫ്യോണിക് ആസിഡായിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. ആസിഡാണ് കേട്ടോ. ഓക്കെ, NO2 പോലെയുള്ള വാതകങ്ങളാണ് കൂടിച്ചേർന്നതെങ്കിൽ മഴവെള്ളവുമായി കൂടിച്ചേർന്നാൽ യെസ്, HNO3 നൈട്രിക് ആസിഡായിട്ട് ഇങ്ങനെ പെയ്യാൻ തുടങ്ങും. എന്നാൽ കാർബൺ ഡൈ ഓക്സൈഡ് പോലെയുള്ള ആളുകളാണ് മഴവെള്ളവുമായി കൂടിച്ചേർന്നെങ്കിലോ യെസ്, കാർബോണിക് ആസിഡ് H2CO3. ഓക്കെ, അതായത് സോഡ അല്ലേ, സോഡയായി പെയ്യും എന്നല്ല, H2CO3 കാർബോണിക് ആസിഡായി പെയ്യാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ മക്കളെ ഇനി
ഇവിടെയുള്ള മറ്റൊരു ഏരിയയാണ് താജ്മഹൽ കറുത്തു പോകുന്നത്. മക്കളെ ഓർത്തു വെക്കുക, താജ്മഹൽ വെളുവെളുത്ത താജ്മഹലായിരുന്നു മക്കൾക്കറിയാം. ആ താജ്മഹൽ ഇപ്പോൾ കറക്കാനുള്ള കാരണം താജ്മഹൽ മെയ്ഡപ്പ് ഓഫ് എന്തുകൊണ്ടാണ്? മാർബിൾ കൊണ്ടാണ് ഉണ്ടാക്കിയത് അല്ലേ? താജ്മഹൽ ഉണ്ടാക്കിയത് എന്തുകൊണ്ടാണ് മക്കളെ? മാർബിൾ കൊണ്ടാണ്. മാർബിൾ എന്ന് പറഞ്ഞാൽ കെമിസ്ട്രിക്കാർക്ക് കാൽസ്യം കാർബണേറ്റ് ആണ്. അത് ആരുമായിട്ട് റിയാക്ട് ചെയ്യും? മാർബിൾ ആരുമായിട്ട് റിയാക്ട് ചെയ്യും? റിയാക്ട് വിത്ത് ആസിഡ്. ആസിഡുമായി പ്രവർത്തിക്കും. മാർബിൾ ആസിഡുമായി പ്രവർത്തിക്കും. അതുകൊണ്ടാണ് മാർബിൾ കൊണ്ടുണ്ടാക്കിയ താജ്മഹലിന് മേലെ ആസിഡ് മഴ അല്ലെങ്കിൽ ആസിഡ് റെയിൻ അമ്ലമഴ പെയ്തപ്പോൾ അവർ റിയാക്ട് ചെയ്തു. ആ മാർബിൾ വെളുവെളുത്ത മാർബിൾ എന്തായിപ്പോയി? കറുത്തുപോയി. റീസൺ ചോദിച്ചാൽ അമ്ലമഴ അല്ലെങ്കിൽ ആസിഡ് റെയിൻ. ഓക്കെ, ഇനി മറ്റുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? പ്രോബ്ലംസ് എന്തൊക്കെയാണ് അമ്ലമഴയെ കൊണ്ടുള്ള? ചോദിക്കാറുണ്ട്. ആസിഡ് റെയിൻ്റെ പ്രോബ്ലംസ് എന്തൊക്കെയാണ്? എന്താണ്? സസ്യങ്ങളൊക്കെ നശിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, സസ്യങ്ങൾക്ക് ഫോട്ടോസിന്തസിസിന് കഴിയൂല, പ്രകാശസംശ്ലേഷണത്തിന് കഴിയൂല. പിന്നെ ഒരു സസ്യം മൊത്തം നശിപ്പിക്കും, ഗ്രീനറി അഥവാ പച്ചപ്പ് നശിപ്പിക്കും. ഓക്കെ, അക്വാട്ടിക് ലൈഫ്, ജലത്തിൽ ജീവിക്കുന്ന ജലജീവികളുടെ നിലനിൽപ്പിന് ഭീഷണിയാവും. പോരാ, നമ്മുടെ സ്കിൻ രോഗങ്ങൾ വരും. ഓക്കെ, റെഡി അല്ലേ? ഇനി എങ്ങനെ നമുക്കിത് തടയാം? നോക്കിക്കേ, എന്താ? ഫോസിൽ ഫ്യൂവൽസിൻ്റെ ഉപയോഗം കുറയ്ക്കുക. ഓക്കെ, അതായത് സൾഫർ പോലെയുള്ള ആളുകൾ ആദ്യം തന്നെ റിമൂവ് ചെയ്തതിന് ശേഷം കത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇതൊക്കെയാണ് നമുക്ക് മാർഗങ്ങളുള്ളത്. മക്കളെ, നിരന്തരം ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഒരിക്കലും മക്കളത് ഒഴിവാക്കിക്കൊണ്ട് ഈ ഏരിയ പഠിക്കാതെ പോകരുത്. കാരണം ഇതിൽ നിന്നും ചോദ്യം പ്രതീക്ഷിക്കൊള്ളുക. ഓക്കെ, പലതവണ പല രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, യെസ്, അത് എങ്ങനെയൊക്കെയാണ് ആ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് എന്ന് ഇന്ന് ലൈവിൽ കൃത്യമായി നമ്മൾ പറഞ്ഞിരിക്കും. പൊള്ളിച്ചടക്കണമടാ, ഒരു കുട്ടിക്ക് പോലും മാർക്ക് കുറയരുത്. നിങ്ങൾ വൻ പ്രതീക്ഷയോടെ തന്നെ വന്നോളൂടാ. നിങ്ങൾ മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ബിക്കോസ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് അതൊരു മാജിക്കൽ ലൈവാണ്. യെസ്, വെയിറ്റ് ആൻഡ് സീ മക്കളെ. അപ്പോൾ ലൈവിൽ കാണാം.